നമസ്കാരം. ശുഭചിന്തകളിലേക്ക് സ്വാഗതം. ജീവിതത്തിന്റെ ലഹരി. മദ്യപിച്ച് വഴിയിൽ കിടക്കാറുള്ള സഹോദരനെയും കൂട്ടി അനിയൻ കൗൺസിലിംഗ് കേന്ദ്രത്തിലെത്തി. കൗൺസിലർ മദ്യപാനിയോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് മദ്യത്തിനടിമയായത്? അയാൾ പറഞ്ഞു, എന്റെ അച്ഛനും സുഹൃത്തുക്കളും മദ്യപാനികളായിരുന്നു. അവരിൽ നിന്ന് കിട്ടിയതാണ് ഈ ശീലം. കൗൺസിലർ അനിയനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് മദ്യപിക്കാത്തത്? അയാൾ പറഞ്ഞു, അച്ഛനും കൂട്ടുകാരും സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു. മദ്യമുണ്ടാക്കുന്ന ദുരന്തം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ എടുത്ത തീരുമാനമാണ് ഒരിക്കലും മദ്യപിക്കില്ല എന്നത്. ആഘോഷാവസരങ്ങളെ ലഹരിവേളകളാക്കി മാറ്റുന്നവരൊന്നും അവരെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആഴമുള്ള ബന്ധങ്ങളിൽ ലഹരിയുടെ ഒഴുക്കല്ല ഉണ്ടാകേണ്ടത്, തിരുത്താനുള്ള തന്റേടവും ജീവിതത്തോടുള്ള ലഹരിയുമാണ്. ആഘോഷത്തിലൊപ്പമുണ്ടായിരുന്നവരൊന്നും സങ്കടവേളകളിൽ കൂടെ കാണണമെന്നില്ല. ഓരോ ജീവിതവും ഓരോ സന്ദേശമാകണം, സന്മാർഗ സഞ്ചാരത്തിന്റെയും പുനരവലോകനത്തിന്റെയും. ചുറ്റും നിന്ന് നമ്മെ നോക്കി വളരുന്നവർക്കെങ്കിലും ആവേശവും പ്രചോദനവുമാകണം. നെല്ലും പതിരും വേർതിരിച്ച് നല്ലതിനെ മാത്രം സ്വാംശീകരിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. അവനവനോടും കൂടപ്പിറപ്പുകളോടുമുള്ള ബഹുമാനത്തെക്കാൾ വലുതാകരുത് സൗഹൃദത്തിന്റെ കണ്ണികൾ. എല്ലാ ദുശ്ശീലങ്ങൾക്കും ഒരു ന്യായീകരണമുണ്ടാകും. ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ജീവിതത്തെ എന്ത് ന്യായീകരിക്കാൻ? അപകടസൂചന നൽകുമ്പോഴും മുന്നോട്ട് വണ്ടി ഓടിക്കാനുള്ള പ്രേരണ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പ്രേരക ശക്തികളെ ഉപേക്ഷിക്കുകയാണ് അഭികാമ്യം. ശുഭദിനാശംസകളോടെ സീരപാണി.